മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികൾ ആയവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ വെൺപകൽ നെട്ടത്തോട്ട് വീട്ടിൽ വി രാജൻ എന്ന സഞ്ചാര സുവിശേഷകന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. പോയ കാലം തിരുവനന്തപുരം നഗരത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായും നിരവധി ലഹരികൾക്ക് അടിമയായും അന്ധകാരത്തിന്റെ ബന്ധനങ്ങളിൽ ജീവിതം തുടർന്ന രാജൻ ഒരു കാലം ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിന്റെ വചനങ്ങളിൽ ആകൃഷ്ടനായി ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറിയ രാജൻ ഇന്ന് സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ നിരവധി സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ 12 വയസ്സിൽ സ്വന്തം വീട് വിട്ട് കേരളത്തിൻ്റെ അനേക ജില്ലകളിൽ 12 വയസ്സ് ഒറ്റയ്ക്ക് സഞ്ചരിപ്പാനിടയായി തീർന്നു. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ട് അടുത്ത് പഠിക്കാൻ വേണ്ടി TC വാങ്ങിച്ചു. പക്ഷെ പഠിക്കാൻ ഉള്ള സാഹചര്യം ലഭിച്ചില്ല. സ്വന്തം അമ്മയും ചീത്ത വിളിച്ച് വീട് വിട്ട് ചില വർഷം കേരളത്തിൻ്റെ അനേക ജില്ലകളിൽ ഒറ്റയ്ക്ക് 12 വയസ്സ് ഒറ്റയ്ക്ക് സഞ്ചരിപ്പാനിടയായി തീർന്നു. അങ്ങനെ കേരളത്തിൻ്റെ പല പട്ടണങ്ങളിലും ഇടുക്കി ജില്ല, എറണാകുളം ജില്ല, കോട്ടയം, തിരുവല്ല ഇങ്ങനെ അനേക ജില്ലകളിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. അങ്ങനെ അതിന് 84-ൽ തിരിച്ച് മടങ്ങി തിരുവനന്തപുരം പട്ടണത്തിൽ വന്നൊരു ഓട്ടോ ഡ്രൈവറായി പട്ടണത്തിൽ ഓട്ടോ ഓടിപ്പാനിടയായി തീർന്നു. അങ്ങനെ പട്ടണത്തിൽ കടന്നു വന്നു. ആദ്യം വരുന്ന സിനിമ ആദ്യം കാണുന്നുള്ള ആഗ്രഹത്തോടെ അങ്ങനെ സിനിമാശാലകളിലും പിന്നെ ബീഡിയും സിഗരറ്റും മൂക്കിപ്പൊടിയും മുറുക്കാനും അങ്ങനെ കഞ്ചാവ് വലിച്ച് ഞാൻ തുപ്പുന്നത് കരിക്കട്ട പോലെ ആയിരുന്നു എൻ്റെ ജീവിത സാഹചര്യത്തിൽ. അങ്ങനെ മൂക്കിപ്പൊടി വലിച്ചിട്ട് ഒരു സുഖമില്ലാത്തതുകൊണ്ട് മൂക്കിപ്പൊടിക്കകത്ത് മുളക് പൊടി ചേർത്ത് വലിച്ചു നോക്കി, എന്നിട്ടും ഒരു രസമില്ല. അങ്ങനെ അത്രയ്ക്ക് അന്ധകാരത്തിലും ഇരുട്ടിലുമായിരുന്നു ഞാൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിൽ വരുന്നത്. സിനിമ ആദ്യം വരുന്ന സിനിമ കണ്ട് പറ്റിയില്ല, സെക്കൻഡ് ഷോ കണ്ട് കടവരാന്തയിൽ പാളയത്ത് കടവരാന്തയിൽ കിടന്ന് ഉറങ്ങി അങ്ങനെ ഓട്ടോ ഓടിച്ച് പട്ടണത്തിൽ ആയിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞ് ഞാനൊരു ചെളിയിൽ കിടന്നൊരു കല്ല് പിടിച്ച് പൊക്കിയപ്പോൾ എൻ്റെ നെഞ്ചിനകത്തെന്തോ പൊട്ടുന്ന പോലെ തോന്നി. അത് സെക്കൻഡ് കൊണ്ട് തലച്ചോറിൽ കയറിപ്പോണം ഞാൻ കാണുന്നത് പോലെ അനുഭവിച്ചു. സെക്കൻഡ് കൊണ്ട് എൻ്റെ തലയുടെ ഇടതുഭാഗത്ത് എന്തോ ചെന്ന് വീഴുന്ന പോലെ ഞാൻ അനുഭവിച്ചു. ആ സെക്കൻഡിൽ തന്നെ എൻ്റെ തലയുടെ ഇടതുഭാഗം മുഴുവനായി മരവിക്കുകയും നെഞ്ചിനകത്ത് അതിശക്തമായ വേദനയും സൂചിയിട്ട് കുത്തുന്നുള്ള അനുഭവം എൻ്റെ നെഞ്ചിനകത്ത് ഉണ്ടായി. സെക്കൻഡ് കൊണ്ട് തന്നെ ആ നിമിഷം തന്നെ ഞാൻ വേർത്ത് കുളിക്കാനിടയായി തീർന്നു. എൻ്റെ വസ്ത്രം മുഴുവൻ വേർത്ത് കുളിച്ചു. അങ്ങനെ ചില നാളുകൾ ഡോക്ടർമാർ ചികിത്സയായിരുന്നു. PRS ECG എടുത്തു. ബാലരാമപുരത്തൊരു ഡോക്ടറുണ്ടായിരുന്നു, വേലപ്പൻ ഡോക്ടറുണ്ടായിരുന്നു. അന്ന് ജനറൽ ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ ആയിരുന്നു ആ ഡോക്ടർ. ആ ഡോക്ടറെ ആശുപത്രിയിലും വീട്ടിലും പോയി കണ്ട് കുറേ നാൾ ചികിത്സയിലായിരുന്നു. പക്ഷേ എൻ്റെ നെഞ്ചുവേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു. എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാനോ ഓടിക്കുവാനോ കയറ്റം കയറുവാനോ നടക്കുവാനോ കഴിയാതെ അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഇനി എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ ഈ ലോകം വിട്ട് മരിച്ചു പോകുന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. കാരണം എൻ്റെ നെഞ്ചിനകത്ത് വാൽവ് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും, കയറ്റം കയറാൻ പറ്റില്ല, വാഹനം ഓടിക്കാൻ കഴിയില്ല, അങ്ങനെ വേറെ ഒന്ന് വെയിറ്റ് എടുക്കാനൊന്നും കഴിയാതെ അങ്ങ് ഈ വാൽവ് ഇങ്ങനെ എപ്പോഴും വിങ്ങിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ലോകം വിട്ട് അടുത്ത നെഞ്ചിനകത്തൊരു പൊട്ടൽ വരുമ്പോൾ ഞാൻ ഈ ലോകം വിട്ട് മാറ്റപ്പെടുമെന്നും എനിക്ക് നല്ലപോലെ മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് കൂടെ ഓട്ടോ ഓടിച്ച ഓട്ടോ ഡ്രൈവർ താൻ മാനസാന്തരപ്പെട്ടു, താൻ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ മനുഷ്യൻ വാഹനം ഓടിക്കാൻ വരാതെ സുവിശേഷം പ്രസംഗിച്ച് കൊണ്ട് നടക്കുമ്പോൾ അപ്പോൾ എൻ്റെ കൂടെ ട്രെയിൻ ഓടിയ ആളായിരുന്നു. അപ്പോൾ വരാത്തതുകൊണ്ട് ഞാൻ മാസങ്ങളോളം ഈ വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കുന്ന ഒരു അനുഭവമായിരുന്നു പട്ടണത്തിൽ.
അങ്ങനെ ഞാൻ ഈ മനുഷ്യനെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും ചെയ്യും. കാരണം 2 മക്കളുണ്ട്, അവരെ വളർത്താൻ വേണ്ടി വാഹനം ഓടിച്ചു വിടുകയോ പിന്നെ ഈ പ്രസംഗിക്കണമെന്ന് ചോദിച്ച് ഞാൻ ഈ മനുഷ്യനെ നല്ല ചീത്ത വിളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയപ്പം എനിക്ക് നെഞ്ചുവേദന ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഞാൻ അന്നേരം എൻ്റെ മനസ്സിലായി, ഇനി നെഞ്ചിനകത്ത് പൊട്ടൽ വരുമ്പോൾ ഞാൻ ലോകം വിട്ട് മാറ്റപ്പെടും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തായാലും ശരി, ഇനി നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി ഒരു ദിവസം ആരും കാണാതെ ഈ മനുഷ്യൻ്റെ അടുത്ത് എന്നോട് ടേൺ ഓടിയ പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് റോഡിൽ, സിറ്റിയിലൊക്കെ പട്ടണത്തിലൊക്കെ കൺട്രോൾമെൻറ്റ്, സെക്രട്ടേറിയറ്റ്, പാളയം, എല്ലാ ജംഗ്ഷനുകളിലും പട്ടണത്തിൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ഈ മനുഷ്യൻ്റെ ഒരു ദിവസം ആരും അറിയാതെ കാണാതെ ഞാനൊരു വൈകുന്നേര സമയത്ത് ഈ മനുഷ്യൻ്റെ വീട്ടിൽ പോയി. എന്തിനാ? പ്രാർത്ഥിക്കാനാണ് പോയത്. കാര്യം ഇനി ആരും നാണക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ ഞാൻ ലോകം വിട്ട് മാറ്റപ്പെടുമെന്നുള്ള കാര്യം നല്ലപോലെ മനസ്സിലായി. അങ്ങനെ ഈ മനുഷ്യൻ്റെ അടുത്ത് കടന്നുപോയി ഈ ദൈവദാസൻ, ഈ എന്നോട് കൂടെ വാഹനം ഓടിച്ച വ്യക്തി, 1 ഗ്ലാസ് പച്ചവെള്ളം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എനിക്ക് പ്രാർത്ഥിച്ച് തന്നു. അത് കുടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ചില ദിവസം കഴിഞ്ഞപ്പോൾ എന്തോ മാറ്റമുള്ളതുപോലെ എൻ്റെ ഹൃദയത്തിലൊരു തോന്നൽ, എന്തോ വേദനയ്ക്ക് മാറ്റമുണ്ട്, കുറച്ച് പെട്ടെന്ന് സ്പീഡ് നടക്കാം, അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഹൃദയത്തിൽ തോന്നി. എന്തായാലും ശരി, അടുത്തൊരു പ്രാവശ്യം കൂടെ ഞാൻ ഇങ്ങനെ ഒരു അനുഭവം, ഇങ്ങനെ ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് അടുത്തൊരു പ്രാവശ്യം കൂടെ ഞാൻ പോയി ആ ദൈവദാസനടുത്ത് പോയി പ്രാർത്ഥിപ്പനിടയായി തീർന്നു. എന്നാലും ശരി, 7 മാസമായപ്പോഴത്തേക്ക് ആ നെഞ്ചുവേദന പൂർണ്ണമായി മാറി. എന്നിട്ട് 93 കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ദൈവകൃപയാൽ അതുമുതൽ ഇതുവരെയും പിന്നെ ആ നെഞ്ചുവേദന ഇതുവരെയും കൃപയാൽ വന്നിട്ടില്ല. ദൈവകൃപയാൽ ഇന്നും എനിക്ക് ഒരു ജാഗ് സിമൻറ്റ് ഒറ്റയ്ക്ക് എടുക്കാനുള്ള ആരോഗ്യം ദൈവം തന്നു. അപ്പോൾ ഇത്രയും വർഷം കർത്താവിനെ സുഖഭദ്രമായി പരിപാലിച്ചു. ബാല്യകൗമാരങ്ങളിൽ തന്നെ ജീവിതം കൈവിട്ടുപോയ അവസ്ഥയിൽ വീടും വിട്ട്, നാടും വിട്ട്, കൂടും വിട്ട്, കൂട്ടം തെറ്റി ജീവിതത്തിന്റെ വഴിത്താരകളിൽ ഒറ്റപ്പെട്ടുപോയ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിനെ കണ്ടെത്തി ഒരു പുതുജീവിതം സ്വന്തമാക്കിയ രാജൻ ഇന്ന് അനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു നൽകുന്നു. ക്രിസ്തുവിലൂടെയുള്ള വിമോചനം പ്രസംഗിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുക, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഏതുമില്ലാതെ കർത്താവിൻ്റെ സന്നിധി നിൽക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. കർത്താവ് അന്ത്യത്തോളം നിർത്തുവാൻ ശക്തനാണ്. എൻ്റെ ശബ്ദം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആർക്കെങ്കിലും ഈ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ പാൻ മസാലയ്ക്കോ അടിമകളായി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്നാൽ കർത്താവ് സൗഖ്യം തരും. മാത്രമല്ല അതിൽ നിന്നൊരു മോചനം തരുവാനിടയായിത്തീരും. അല്ലാതെ ഈ ലോകത്ത് നമുക്ക് യാതൊരു സന്തോഷമോ സമാധാനമോ ലഭിക്കുകയില്ല. കർത്താവ് യേശു ക്രിസ്തു അരുളി ചെയ്തു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നവരല്ല എന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തു. മാത്രമല്ല എൻ്റെ സുവിശേഷം എന്ന് പറയപ്പെടുന്നത് അനേക പാപത്തിലാണ്ടുപോയ, ശാപത്തിലാണ്ടുപോയ അനേക ജീവിതങ്ങൾ ഈ കർത്താവിനെ കണ്ടുമുട്ടിയാൽ അവർക്ക് മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരാവശ്യമില്ല. മാത്രമല്ല ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ക്യാമ്പോസ് എന്ന് പറയപ്പെടുന്ന 50 ഉറക്ക ഗുളിക ഞാൻ കൊണ്ടു നടക്കുമായിരുന്നു. കാരണം സുഖമായി ഉറങ്ങി മരിക്കാമെന്ന് ചിന്തിച്ചാണ് നടന്നത്. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് 12 വയസ്സ് നാട് വിട്ടിറങ്ങിയത് ആയതുകൊണ്ട് ആരെയും ശല്യം ചെയ്യേണ്ട എന്ന് കരുതി സുഖമായി ക്യാമ്പോസ് എന്ന് പറയപ്പെടുന്ന 5 മില്ലിയുടെ 50 ഉറക്ക ഗുളിക ഒരുമിച്ച് കഴിച്ച് ഉറങ്ങി മരിക്കാമെന്ന് ചിന്തിച്ച് അങ്ങനെ വർഷങ്ങൾ ഈ ഉറക്ക ഗുളിക കൊണ്ട് നടന്നതാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ ഉറക്ക ഗുളികയും ആത്മഹത്യയുടെ ആയിരിക്കുന്ന എല്ലാ പ്രേരണയും മാറി കർത്താവ് എനിക്ക് ഹൃദയത്തിൽ സന്തോഷം തന്നു, സമാധാനം തന്നു. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ കർത്താവായ യേശു ക്രിസ്തു അധികാരം നൽകിയിരിക്കുന്നു. പ്രത്യേകാൽ ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ആ നരകമെന്ന് പറയപ്പെടുന്നത് അതിഭയാനകമാണ്. ആ നരകമെന്ന് പറയപ്പെടുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുകും കരച്ചിലും പല്ലുകടിയും വേദനയും യാതനയും എല്ലാവരെയും തീ കൊണ്ട്
ഉപ്പിലിടുന്ന ഒരു സ്ഥലമാണ് നരകമെന്ന് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് പ്രവാചകൻ യെശയ്യാവ് ഇങ്ങനെ പറയുന്നു. 30-ാം അധ്യായം 33 പറയുന്നു, പണ്ട് തന്നെ ഒരു ദഹനസ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായി കൂടി ഒരുക്കിയിരിക്കുന്നു. അതിൻ്റെ ചിതൽ വളരെ തീയുണ്ട്, വളരെ വിറകുണ്ട്. യഹോവയായ ദൈവത്തിൻ്റെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കുന്നു, അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നിത്യയാതനാ സ്ഥലത്ത് പോകാതെ ആ നിത്യസ്വർഗത്തിൽ പോകുവാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നു. മാത്രമല്ല, സ്വർഗത്തിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ജീവൻ്റെ പുസ്തകം. പ്രിയമുള്ളവരെ, ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കെ തള്ളിവിടുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഈ ലോകത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ജനന മരണ രജിസ്ട്രേഷൻ ഓഫീസ് എന്ന് പറയപ്പെടുന്ന ഓഫീസ് ഇവിടെയുണ്ട്, സർക്കാരിൻ്റെയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ അനേകയിടങ്ങളിൽ അംഗൻവാടിയിലോ സ്കൂളിലോ കോളേജിലോ ജോലിക്കോ വസ്തു വാങ്ങിക്കുമ്പോഴോ ഭൂമി വാങ്ങിക്കുമ്പോഴോ കറണ്ട് എടുക്കുമ്പോഴോ അങ്ങനെ അനേക ഇടങ്ങളിൽ പാസ്ബുക്ക്, ആധാർ, പാൻ കാർഡ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. 70-80 വയസ്സിൽ ജീവിക്കേണ്ടതിന് 10-15 അധികം സ്ഥലത്ത് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ സ്വർഗത്തിൽ നിത്യകാലം, അനന്തകാലം, ആ എണ്ണിയാത്തീരാത്ത അന്തമില്ലാത്ത നിത്യയുഗം, നിത്യകാലം സ്വർഗത്തിൽ വസിക്കണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ സ്വർഗം നമ്മൾ നേടണം, ആ സ്വർഗം നമ്മൾ കരസ്ഥമാക്കണം. അതിന് ഒന്ന് ചെയ്യുക, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുവൻ സ്നാനം പ്രാപിച്ച് കാത്തിരുന്ന് പരിശുദ്ധാത്മ പ്രാപിച്ച് നിത്യതയ്ക്കായി ഒരുങ്ങുന്ന തൻ്റെ ഭക്തന്മാരെ ചേർപ്പാൻ, തൻ്റെ മക്കളെ ചേർക്കുവാൻ, തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ അധികം താമസമെന്നേ കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ മേഘാരുടനായി മേഘത്തെ വാഹനമാക്കി കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. തന്നെ കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഇങ്ങനെ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, 40 ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്നു. 40-ാം ദിവസം തൻ്റെ ശിഷ്യന്മാരെ ഒലൂമല എന്ന് പറയപ്പെടുന്ന മലയിൽ കൊണ്ടുപോയി അവരെ കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. തീർന്നില്ല, ഞാൻ പോകുന്നത് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് പിന്നെ വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളാമെന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് യേശു തൻ്റെ ശിഷ്യന്മാരടുത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു. യേശു അടുത്ത് നിന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-19-20 വാക്യത്തിൽ വായിക്കുന്നു. യേശു അടുത്ത് നിന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എങ്കൽ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ജ്ഞാനസ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങൾ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ് നിങ്ങൾ പോകണം, സുവിശേഷം അറിയിക്കണം. മാത്രമല്ല, ഓരോരുത്തൻ്റെയും പാപത്തിൻ്റെ മോചനത്തിനായി സ്നാനം ഏൽപ്പിക്കണം, സ്നാനം കഴിപ്പിക്കണം എന്ന് കർത്താവിൻ്റെ കൽപ്പനയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവൻ തന്നെ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ മരണശേഷം ഒരു ന്യായവിധി ഉണ്ട് എന്ന് പറയുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 20:11 വായിക്കുമ്പോൾ, വലിയൊരു വെള്ളസിംഹാസനം, ആ വലിയൊരു വെള്ളസിംഹാസനത്തിൽ ഒരുവൻ ന്യായവിധിക്കായിരിക്കുന്നു. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, മോചനം പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏത് കൊടും പാപിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ രക്ഷയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. മാത്രമല്ല, ദൈവകൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ രക്ഷിക്കപ്പെടും. മാത്രമല്ല, അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുവാനിടയായിത്തീരും. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കെ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 21:8 പറയുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ,
ഫോഷ്കിൽ പ്രിയപ്പെടുന്ന ഏവനും പുറത്തു തന്നെ എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. നമ്മുടെ കർത്താവ് ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതകളും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവ് തേജോമനായി കടന്നു വരും. നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പൊക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു തൻ്റെ പിതാവ് ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇതാ അവൻ മേഘാരുടനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണുമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറമായി ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്. ആ നരകത്തിൽ ചെന്ന് വീഴാതിരിപ്പാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, ഹൃദയം സ്വീകരിക്കുക. ഒരു സന്ദീപിക്കാരനായ ഒരു ഈഴവനായ എന്നെയും കർത്താവായ യേശു ക്രിസ്തു സ്നേഹിച്ചു. അത് മുഖാന്തരം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണ്. ഒരു വർഷത്തിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു മകളുടെ വീട്ടിൽ നിന്ന് ആ മുകളിൽ നിലയിൽ നിന്ന് തല കുത്തന വന്ന് താഴെ വീഴേണ്ടതായിരുന്നു. എന്നാൽ ഒരു താബൂക്കിൽ എൻ്റെ ഒരു കൈ മാത്രം ഉടക്കി ഞാനിങ്ങനെ കിടക്കേണ്ടതായി തീർന്നു. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി എന്നെ താങ്ങി എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിടായി തീർന്നു. എല്ലാം പറയാൻ സമയമില്ല. കർത്താവ് എന്നെ അത്ഭുതകരമായി മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. 6 വർഷം കുഞ്ഞുങ്ങളിലായിരുന്നു, കുഞ്ഞുങ്ങളെ തന്നു, ഞങ്ങളെ രക്ഷിച്ചു. അങ്ങനെ അനേക അത്ഭുതങ്ങൾ. എൻ്റെ ഒരു മകൾ SITയിലായിരുന്നു, പ്രസവിച്ച് 14 അന്ന് പത്തോളജി പറഞ്ഞു നട്ടലിൽ നിന്ന് തലച്ചോറിലേക്ക് പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ചില ദിവസം മാത്രമേ ജീവിക്കുകയുള്ളൂ, അഥവാ ജീവിച്ചാൽ തന്നെ അങ്ങനെ നിശ്ചലമായി കിടക്കുമെന്ന് SIT പറയുകയുണ്ടായിരുന്നു. എന്നാൽ കർത്താവായ ദൈവം അത്ഭുതമായി സൗഖ്യമാക്കി. 14-ാം ദിവസം പത്തോളജിൽ ആയിരിക്കുന്ന റിസൾട്ട് വന്നതിൻ്റെ അന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള അനുഭവം പറഞ്ഞത്. എന്നാൽ അന്ന് അർദ്ധരാത്രി 12 മണിയായപ്പോൾ 28 കുഞ്ഞുങ്ങൾ SITയുടെ ഒരു നഴ്സറിയിൽ കിടക്കുകയായിരുന്നു. അമ്മമാരുടെ ചൂടേക്കുന്നതിന് പകരം ആ SITക്കകത്ത് 28 കുഞ്ഞുങ്ങൾക്ക് ചൂട് നൽകുന്ന കാലജൻ പോലുള്ള വലിയ പവറുള്ള ലൈറ്റുണ്ട്. ആ ലൈറ്റ് അർദ്ധരാത്രിയായപ്പോൾ 2 ലൈറ്റ് പൊട്ടിത്തെറിച്ചു. 2 കുഞ്ഞുങ്ങൾ അങ്ങനെ പൊള്ളി മരിപ്പാനിടയായി തീർന്നു. അതിൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞും കിടന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് എന്തിനും പൊള്ളലേൽക്കാതെ തലേദിവസം പറഞ്ഞു നട്ടലിൽ നിന്ന് തലച്ചോറ് പഴുപ്പ് കയറുന്നു എന്നെല്ലാം പറഞ്ഞു. ഇനി ചില ദിവസം ജീവിച്ചിരിക്കുള്ളൂ എന്ന് പറഞ്ഞ ആ സ്ഥാനത്തു നിന്ന് പിറ്റേന്ന് ആ 28 കുഞ്ഞുങ്ങളെയും അവരുടെ അങ്ങനെ പലവിധമായിരിക്കുന്ന രോഗത്തിലായിരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ അമ്മമാരിൽ കൊടുക്കേണ്ടതായി തീർന്നു. ആ നഴ്സറി അടച്ചുപൂട്ടി. ഞങ്ങളാവപ്പെടെ വിഷമത്തിലായി. ഇങ്ങനെ നട്ടലിൽ നിന്ന് തലച്ചോറിൽ പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞ് ചില ദിവസം ജീവിക്കണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞിനെ തരുവണയായി തീർന്നു. ഞങ്ങൾ ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു. ചിലർ പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചു, ചിലർ പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ ഞങ്ങൾ അതിന് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. അതിനുശേഷം ആ രോഗമായിട്ട് SIT പോകാനിടയായി തീർന്നില്ല. നട്ടലിൽ നിന്ന് തലച്ചോറ് കയറുന്ന പഴുപ്പ് എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല. ഉന്നതനായ ദൈവം, സൗഖ്യദായകനായ ദൈവം, നിൻ്റെ സകല അകൃത്യങ്ങളെ പോക്കി സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവ് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ അവിടെ നിന്ന് അത്ഭുതകരമായി ആ നട്ടലിൽ നിന്ന് പഴുപ്പ് കയറി തലച്ചോറ് കയറുന്നത് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് അത്ഭുതകരമായി ഞങ്ങളെ കുഞ്ഞിനെ സൗഖ്യമാക്കി. അവൾക്ക് 25 വയസ്സായി. അവൾ വിവാഹം കഴിയുവാനിടയായി തീർന്നു. ഒരു ചെറിയ കുഞ്ഞ് ജോലിയും നോക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ ചെയ്തു. അത് പറഞ്ഞാലെന്താണ്, പറയാനുള്ള സമയമില്ല. അങ്ങനെ കർത്താവ് എല്ലാവരും ധന്യമായി അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ചില പാട്ടിൻ്റെ ചില വരികൾ പാടുകയാണ്. എൻ്റെ ജീവിത അനുഭവത്തോടുള്ള ഒരു പാട്ടിൻ്റെ ചില വരികൾ പാടുകയാണ്. യൗവനക്കാര നിന്നുടെ യൗവനം നാശത്തിലാക്കിടല്ലേ, നിന്നുടെ യൗവനം നാശത്തിലാക്കാതെ യേശുവിനെ ഏൽപ്പിക്കാൻ നീ. യൗവനക്കാരി നിന്നുടെ യൗവനം നാശത്തിലാക്കിടല്ലേ, നിന്നുടെ യൗവനം നാശത്തിലാക്കാതെ യേശുവിനെ ഏൽപ്പിക്കാൻ നീ. പോയകാല ദുരന്ത ലഹരി ജീവിതങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്നും ദുരനുഭവങ്ങളിൽ നിന്നും ക്രിസ്തുവിശ്വാസത്തിൽ മോചനം പ്രാപിച്ച ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിതം തുടരുകയാണ് ഇന്ന് രാജൻ. തൻ്റെ ജീവിതവും സാക്ഷ്യവും മറ്റുള്ളവരുമായി പങ്കുവച്ച് ക്രിസ്തുവിനെ പകർന്നു നൽകി ജീവിതം തുടരുകയാണ് രാജൻ. അങ്ങനെ സിറ്റിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഹാർട്ടിൻ്റെ രോഗം വന്നത്. അതിനുശേഷം ഈ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് നെഞ്ചുവേദന പൂർണ്ണമായിട്ട് മാറി. ചില വർഷം ഞാൻ പട്ടണത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ചു. ഏതായാലും കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ നെഞ്ചുവേദന മാറ്റി അത്ഭുത സൗഖ്യം കർത്താവ് തന്നതിന് ശേഷം
ഞാൻ വേറെ വീഡിയോ, സിഗരറ്റോ, മൂക്കിപ്പൊടിയോ, മുറുക്കാനോ വേറെ ശംഭുവോ കഞ്ചാവോ ഒന്നും ഉപയോഗിച്ചില്ല. കർത്താവിൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നതിന് ശേഷം എനിക്ക് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ വീഡിയോ, സിഗരറ്റോ, മൂക്കിപ്പൊടിയോ വേറെ മദ്യത്തിൻ്റെ ആയിരിക്കുന്ന ഒന്നിൻ്റെ ആഗ്രഹം ഇല്ലായിരുന്നു. അതോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നതോടുകൂടെ ഇത്യാദി വേണ്ടാത്ത എല്ലാ സ്വഭാവങ്ങൾ അവിടെ നിന്ന് മാറ്റുവാനിടയായി തീർന്നു. ദേഷ്യം കൂടുതലായിരുന്നു. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എൻ്റെ കൈ ചുവരുകളിലൊക്കെ സ്വന്തമായിട്ട് ഇടിക്കുക, പിന്നെ എവിടെയും കാണുന്നിടത്തൊക്കെ ഇടിക്കുക, ഇതൊക്കെ എൻ്റെ ഒരു ദുർസ്വഭാവമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ ഇതിനെല്ലാത്തിനും മാറ്റമുണ്ടായി. മാന്യമായി സംസാരിക്കുവാനും മാന്യമായി ഇടപെടുവാനും കർത്താവിൻ്റെ കൃപയാൽ വചനം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലാകാനിടയായി തീർന്നു. അങ്ങനെ ചില വർഷം ഓട്ടോ ഓടിച്ച് അതിനുശേഷം ഞാൻ ചില വർഷം ആശാരിപ്പണി ചെയ്യാനിടയായി തീർന്നു. അങ്ങനെ ആശാരിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10 വർഷത്തിന് മുമ്പ് എന്നെ ആത്മീയത്തിൽ നടത്തിയ ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, പണി നിർത്തണം, പൂർണ്ണമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് 2 പെൺമക്കളായതുകൊണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചില്ല. ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്യണമെന്നൊരാഗ്രഹമായിരുന്നു. എന്നാലും ഈ ദൈവദാസനെ പറഞ്ഞതിന് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മരപ്പണി ചെയ്യുന്ന സമയത്ത് 3 ദിവസം എനിക്ക് ഈ മരം കട്ടിംഗ് ആയിരുന്നു. ടേബിൾ മേശയിൽ വെച്ച് കട്ടറിൽ കട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് 3-ാമത്തെ ദിവസം വേറെ ബാലൻസ് 2 പീസ് ഉണ്ടായിരുന്നു. കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കഷ്ണം അത് മുറിഞ്ഞ് എൻ്റെ മുഖത്തേക്ക് തെറിച്ചു. അപ്പോൾ എൻ്റെ ഇടത്തെ കൈ ഇങ്ങനെ കട്ടറിൻ്റെ ഫ്രണ്ട് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മുഖത്ത് കഷ്ണം തെറിച്ച് വീണതും എൻ്റെ കണ്ണിൽ നടിച്ചു, കണ്ണടഞ്ഞു. ഞാൻ കട്ടറിൽ എൻ്റെ കൈവിരലെല്ലാം കട്ടറിൽ അമർന്നു. എൻ്റെ ഇടത്തെ ചൂണ്ടുവിരലിൻ്റെ ചൂണ്ടുവിരൽ കട്ടായി, ജോയിൻ്റ് തെറിച്ച് പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിരൽ തുന്നിക്കെട്ടി. ആ വിരൽ മടങ്ങൂല. എന്തായാലും ശരി, അതോടുകൂടെ എന്തായാലും ദൈവദാസൻ പറഞ്ഞു 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. അതോടുകൂടെ ഞാൻ ആശാരിപ്പണി മതിയാക്കാനിടയായി തീർന്നു. ഇന്നേക്കണ്ട് 10 വർഷമായി. പിന്നെ ഒരു പണി ഞാൻ പണിക്കായിട്ട് പോയില്ല. അങ്ങനെ ഈ പരസ്യങ്ങളാണ്. ചർച്ചില്ല, വേറെ സഭയൊന്നുമില്ല, പരസ്യങ്ങളാണ്. ആറാമട സെൻറ്ററിൻ്റെ ഒരു ലോക്കൽ ചർച്ച് തിരുപ്പുറം, അതുകൊണ്ട് അവിടെ ഒരു ചർച്ചിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ട സമയത്ത് ഇങ്ങനായി അതിനുശേഷം പണി മതിയാക്കി. ആ കർത്താവിൻ്റെ ദാസൻ പേര് ജയപാലൻ എന്നാണ്. ജയപാലൻ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ എന്നെ ചില വർഷങ്ങൾ സാമ്പത്തികമായ വിഷയങ്ങളിൽ തനിക്കൊന്നുമില്ല എങ്കിലും എന്നെ സഹായിപ്പാനിടയായി തീർന്നു. അപ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ എനിക്ക് ചില വർഷങ്ങൾ എന്നെ സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ചില സഹായങ്ങൾ ചെയ്തു. അങ്ങനെ വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ആവശ്യമായ കൃപയും പ്രാർത്ഥനയും ആ ജയപാലൻ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടി ഒത്തിരി സഹായിപ്പാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ താൻ 3 വർഷമായി താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് പോകാനിടയായി തീർന്നു. അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ അനേക നിന്ദകളും കഷ്ടങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. പട്ടണത്തിൽ ഓട്ടോ ഡ്രൈവറൊക്കെ എന്നെ ഞാൻ വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ഓട്ടോ ഡ്രൈവർമാരൊക്കെ എന്നെ ഈക്രി എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം ഞാനൊരു ഈഴവനായി SNDP ജനിച്ചു വളർത്തപ്പെട്ടു. അങ്ങനെ അതിലായിരുന്നു. എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടിയതുകൊണ്ട് ഈ ബന്ധക്കോസിലേക്ക് ചേർന്നപ്പോൾ പട്ടണത്തിലുള്ള ഓട്ടോ ഡ്രൈവറൊക്കെ ഈക്രി എന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. കാരണം എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. കാരണം കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ ആ ദൈവസ്നേഹം കടന്നു വന്നപ്പോൾ എനിക്ക് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ദുർസ്വഭാവങ്ങളൊന്നുമില്ല. മാന്യമായുള്ള ഇടപെടാൻ മാത്രമല്ല സുവിശേഷം അറിയിക്കാനുള്ള ഒരു സാഹചര്യം തന്നു. അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് തൊട്ട് സുവിശേഷം പ്രസംഗിക്കും. കാരണം 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, മലയാളം നേരെ വായിക്കാൻ അറിയില്ല. എങ്കിലും സുവിശേഷം പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം എൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ 1 മണിക്കൂർ ഞങ്ങളുടെ ദേശത്ത് ഒരു ഹാൻഡ് കൊണ്ട് 1 മണിക്കൂർ സുവിശേഷം വിളിച്ച് പറഞ്ഞിട്ടാണ് രാവിലെ 6 മണിക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പണി മതിയാക്കിയതിന് ശേഷം ഒരു 8 മണി തൊട്ട് 10-10:30 മണി വരെ ഞങ്ങളുടെ നെയ്യാറ്റിൻകര പ്രദേശം, കാഞ്ഞിരംകുളം എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങൾ, ഓലത്താനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രാവിലെ സുവിശേഷം പ്രസംഗിക്കാറുണ്ട്. അല്ലാതെ പരസ്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്.
എന്നാൽ കർത്താവ് കൃപയാൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ട് പെൺമക്കളാണ്. രണ്ട് പെൺമക്കളെ കല്യാണം കഴിയാതെ തീർന്നു. അങ്ങനെ അവർ രണ്ടുപേരും സ്നാനപ്പെട്ടു. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയെ വിശ്വാസത്തിൽ വന്നു. എൻ്റെ ഭാര്യയുടെ പേര് സുകേശിനി എന്നാണ്. എന്നാൽ 3 വർഷമായി കിഡ്നി രോഗത്താൽ ഈ ലോകം വിട്ട് പ്രിയ നാട്ടിലേക്ക് പോകാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ 2 മക്കളും ഭാര്യയും ഞങ്ങൾ ദൈവകൃപയാൽ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിൽ ദേശത്ത് എല്ലാവർക്കും ഞങ്ങളെ അറിയാം. ഞങ്ങൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം തൊട്ട് അടുത്ത് ഒരു 500 മീറ്ററിനകത്ത് തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പേര് തലയർത്താങ്കുളം കുളം എന്നാണ് പേര്. ആ കുളത്തിൽ ഞങ്ങളുടെ ജന്മപാപത്തെയും കർമ്മപാപത്തെയും ആ കുളത്തിൽ ആ വെള്ളമാകുന്ന കല്ലറയിൽ കുഴിച്ചടക്കപ്പെടുകയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ സ്നാനമേറ്റു. ദൈവകൃപയ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുവാനും അങ്ങനെ ഇതുവരെയും കർത്താവ് ഞങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തുവാനും ഇടയായി തീർന്നു. ഇപ്പോഴും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പരസ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്കൊരു പരസ്യമുണ്ട്. 10-32 വർഷത്തിലധികമായി എല്ലാ ഞായറാഴ്ചയും ഓരോ കോളനികളിലെവിടെയെങ്കിലും പോയി സുവിശേഷ യോഗം ഇങ്ങനെ മിനി കൺവെൻഷനായിട്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ച് നടത്തുന്ന ഒരു അനുഭവം ഞങ്ങളുടെ എല്ലാ ഞായറാഴ്ചയും ഉണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെ ഞായറാഴ്ചകളിൽ ഒരു സുവിശേഷമുണ്ട്. അല്ലാതെ ദിവസങ്ങളിലെ പരസ്യങ്ങളുണ്ട്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കർത്താവായ ദൈവം ഹൃദയത്തിൽ കടന്നു വന്നതിന് ശേഷം കർത്താവിനെ പ്രസംഗിക്കണമെന്നുള്ള ആഗ്രഹവും താല്പര്യവും ഹൃദയത്തിൽ കടന്നു വന്നതുകൊണ്ട് ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് സ്വർഗത്തിന് താണ ഭൂമിയിൽ ജനിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ വിളിച്ചു പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങളോട് അറിയിക്കുന്നതെന്നാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൂതന്മാർ വിളിച്ചു പറഞ്ഞത്. എന്ന് വെച്ചാൽ സർവ്വജനവും, ജാതി, മതം, രാജ്യ, ഭാഷ ഒന്നും പറഞ്ഞിട്ടില്ല. സർവ്വജനത്തിനും ഉണ്ടാകുള്ള മഹാസന്തോഷമാണ് എന്നാണ് ബൈബിളിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ദൈവകൃപയാൽ ആ വചനപ്രകാരം ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനേക അത്ഭുതങ്ങൾ കാണുകയായി തീർന്നു. പാപഭംഗിലമായ പോയകാല ജീവിതത്തിലെ ദുഷ്പ്രവൃത്തികൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞുകൊണ്ട് സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ നിരവധിയായ ലഹരികൾക്കും ജീവിതച്യുതികൾക്കും എതിരെ ക്രിസ്തുവിലൂടെയുള്ള വിമോചനം പ്രസംഗിച്ചും സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ സുവിശേഷത്തിൻ്റെ വയലുകളിൽ പ്രക്ഷോഭിക്കുകയാണ് വി രാജൻ. കഴിഞ്ഞ 32 വർഷത്തോളമായി സഞ്ചാര സുവിശേഷകൻ എന്ന നിലയിൽ സുവിശേഷ വേല ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര വെൺപകൽ നെട്ടത്തോട്ട് വീട്ടിൽ സഞ്ചാര സുവിശേഷകൻ വി രാജൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.